ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ പോവാനും പരിശുദ്ധമായ കഅബയെ നേരിൽ കാണാനും കൊതിക്കാത്തതായി ആരും തന്നെ ഉണ്ടാവില്ല. മക്കത്ത് എത്തി പുണ്യകർമ്മമായ ഉംറ നിർവഹിക്കാൻ കൊതിക്കുന്നവരാണ് നാം ഓരോരുത്തരും. വിശുദ്ധ മക്കയിലെ മസ്ജിദുൽ ഹറമിൽ പോയി പ്രത്യേകമായ ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനെയാണ് ഉംറ എന്ന് പറയുന്നത്. ഇസ്ലാമിലെ 5-ാമത്തെ സ്തംഭമായ ഹജ്ജ് കർമ്മത്തോട് ഇതിന് ഏറെ സാദൃശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഉംറയെ ചെറിയ ഹജ്ജ് എന്നും വിളിക്കാറുണ്ട്. എന്നാൽ ഹജ്ജ് ചെയ്യുന്നതിനെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ സമയത്തിൽ വളരെ ലളിതമായി ചെയ്തു തീർക്കാവുന്ന കർമ്മമാണ് ഉംറ. ഹജ്ജ് വർഷത്തിൽ ഒരിക്കൽ നിശ്ചിത ദിവസങ്ങളിൽ മാത്രമേ ചെയ്യാൻ കഴിയൂ, അതും ദുൽഹിജ്ജ മാസത്തിൽ മാത്രം. എന്നാൽ ഉംറ വർഷത്തിൽ ഏത് സമയത്തും ചെയ്യാവുന്നതാണ്. ഉംറയുടെ പ്രതിഫലം എന്തെന്ന് വെച്ചാൽ ഉംറ ചെയ്യുന്നത് പാപമോചനത്തിന് കാരണമാകുമെന്നും ഒരു ഉംറയ്ക്ക് ശേഷം അടുത്ത ഉംറ വരെയുള്ള കാലയളവിലെ ചെറുകുറ്റങ്ങൾക്ക് അത് പ്രായശ്ചിത്തമാകുമെന്നുമാണ് പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഹജ്ജിനെ അപേക്ഷിച്ച് ഉംറയുടെ കർമ്മങ്ങളും ചെയ്യേണ്ട രീതിയും വളരെ ലളിതമാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാവുന്ന ഒരു കർമ്മം കൂടിയാണിത്. എന്നാൽ ഉംറ ചെയ്യുന്നതിനു മുമ്പ് നിങ്ങൾക്ക് എതിരായുള്ള എല്ലാ കടമകളും തീർപ്പാക്കുകയും ശാരീരികവും ആത്മീയവുമായ ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യണം. അതായത് ഉംറയ്ക്ക് പുറപ്പെടുന്നതിനു മുമ്പ് മനുഷ്യരുമായുള്ള ബന്ധങ്ങളിൽ എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ അത് നന്നാക്കുകയോ അതുപോലെ കടബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർക്കുകയോ ഒക്കെ ചെയ്ത് ഹലാലായ പണം സ്വരൂപിച്ച് വേണം ഉംറയ്ക്ക് പുറപ്പെടാൻ. ദുനിയാവിലെ മറ്റു യാതൊരുവിധ ചിന്തകളോ ലക്ഷ്യങ്ങളോ ഉംറയുടെ പിന്നിൽ ഉണ്ടാവരുത്. അള്ളാഹുവിൽ കൂടുതൽ അടുക്കുകയും ഇഖ്ലാസോടു കൂടിയുമായിരിക്കണം ഉംറയ്ക്ക് പുറപ്പെടുന്നത്. പ്രധാനമായും 5 കാര്യങ്ങളാണ് ഉംറയിൽ നിർബന്ധമായിട്ടുള്ളത്. ഒന്നാമതായി ഇഹ്റാം ചെയ്യൽ. 2 കഅബയ്ക്ക് ചുറ്റും 7 തവണ ത്വവാഫ് ചെയ്യൽ. 3-ാമതായി സഫ മർവ പർവ്വതങ്ങൾക്കിടയിൽ 7 തവണ സഅയ് ചെയ്യൽ. 4-ാമതായി തലയിൽ നിന്ന് അല്പം മുടി നീക്കുകയോ വെട്ടുകയോ ചെയ്യൽ. 5 ഇവ ഓരോന്നും വഴിക്കു വഴിയായി തന്നെ ചെയ്യൽ. ഇത്രയും കാര്യങ്ങളാണ് ഉംറയിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ. ഇവ ഓരോന്നും വിശദമായി എങ്ങനെ ചെയ്യാം, എന്തെല്ലാം ദിക്റുകൾ ചൊല്ലണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നെല്ലാം നമുക്ക് നോക്കാം. ഏതൊരു അമലിൻ്റെയും അടിസ്ഥാനം നിയ്യത്താകുന്നു. അതിനാൽ ഉംറ ചെയ്യണമെന്ന നിയ്യത്തോടെ പ്രത്യേക വസ്ത്രം ധരിക്കുന്നതിനെയാണ് ഇഹ്റാം എന്ന് പറയുന്നത്. പ്രത്യേകം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മീഖാത്തുകളിൽ വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. മക്കയിലേക്ക് ഉംറക്കായി പോകുന്നവർ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ട നിശ്ചിത അതിർത്തികളെയാണ് മീഖാത്ത് എന്ന് വിളിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിശ്ചയിച്ച 5 പ്രധാന മീഖാത്തുകൾ ഉണ്ട്. ഓരോരുത്തരും വരുന്ന വഴി അനുസരിച്ച് മീഖാത്തുകളിൽ മാറ്റം വരുന്നു. ദുൽഹുലൈഫ, അൽ ജുഹഫ, കർനുൽ മനാസിൽ, യലംലം, ദാതു ഇർക്ക് എന്നിവയാണ് ഈ 5 മീഖാത്തുകൾ. ഉംറക്ക് വരുന്നവർ ഈ മീഖാത്തുകളിൽ ഏതെങ്കിലും ഒന്നിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടായിരിക്കും ഉംറക്ക് പുറപ്പെടുന്നത്. ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ പുരുഷന്മാർ തുന്നിച്ചേർത്തതല്ലാത്ത 2 വെള്ള തുണികളും സ്ത്രീകൾ മുഖവും മുൻകൈയും ഒഴികെ മുഴുവനും മറയുന്ന വസ്ത്രവുമാണ് ധരിക്കേണ്ടത്. പുരുഷന്മാർക്ക് ഈ 2 വെള്ളത്തുണികളല്ലാതെ വേറൊരു വസ്ത്രവും ധരിക്കാൻ പാടുള്ളതല്ല. എന്നാൽ സ്ത്രീകൾക്ക് നിസ്കാരത്തിലേതുപോലെ മുഖവും മുൻകൈയും ഒഴികെ മറയുന്ന വസ്ത്രമാണ് ധരിക്കേണ്ടത്. ഇഹ്റാമിനു മുമ്പായി സുന്നത്തായ കുളി നിർവഹിക്കണം. നഖവും മുടിയും നീക്കി ശരീരം വൃത്തിയാക്കുകയും എണ്ണ, സോപ്പ്, സുഗന്ധം എന്നിവ ഒഴിവാക്കുകയും ചെയ്യുക. കുളിക്ക് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അതിൽ 1-ാമത്തെ റക്അത്തിൽ കാഫിറൂൻ സൂറത്തും 2-ാമത്തെ റക്അത്തിൽ ഇഖ്ലാസ് സൂറത്തുമാണ് ഓതേണ്ടത്. നിസ്കാരശേഷം 3 തവണ ആയത്തുൽ കുർസിയും 3 തവണ ഖുറൈശ് സൂറത്തും ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ശേഷം ലബ്ബൈക് അല്ലാഹുമ്മ ഉംറത്തൻ, അള്ളാഹുവേ ഇതാ ഉംറ നിർവഹിക്കാനായി ഞാൻ നിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. അതല്ലെങ്കിൽ നവൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല എന്നും നിയ്യത്ത് വെക്കാം.
ഇഹ്റാമിൻ്റെ പ്രത്യേക വസ്ത്രവും ധരിച്ച് ഈ നിയ്യത്തും വെച്ചു കഴിഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ഉംറ പൂർത്തിയാകുന്നതുവരെ ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് വിലക്കുണ്ട്. സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കരുത്. നഖം മുറിക്കാനോ ശരീരം ഒതുക്കാനോ പാടില്ല. പുരുഷന്മാർ തല മറയ്ക്കാൻ പാടില്ല. സ്ത്രീകൾ മുഖം പൂർണ്ണമായി മറയ്ക്കാനും പാടില്ല. വേട്ടയാടുകയോ മരങ്ങളും ചെടികളും നശിപ്പിക്കുകയോ ചെയ്യരുത്. അതുപോലെ ദേഷ്യപ്പെടുകയോ തർക്കങ്ങളിൽ ഏർപ്പെടുകയോ അനാവശ്യ വാക്കുകൾ പറയുകയോ ചെയ്യരുത്. ഇതെല്ലാം ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇഹ്റാം ചെയ്തതിനു ശേഷം വാഹനത്തിൽ കയറി കഅബയിൽ എത്തുന്നതുവരെ തൽബിയത്ത് അധികരിപ്പിക്കുക. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക് എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അല്ലാഹുവേ, ഞാൻ ഇതാ നിന്റെ സന്നിധിയിൽ ഹാജരായിരിക്കുന്നു. നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല. തീർച്ചയായും സർവസ്തുതിയും അനുഗ്രഹവും പരമാധികാരവും നിനക്ക് മാത്രമാകുന്നു എന്നാണ് ഈ തൽബിയത്തിൻ്റെ അർത്ഥം. പുരുഷന്മാർ ശബ്ദം ഉയർത്തിയും സ്ത്രീകൾ ശബ്ദം താഴ്ത്തിയും ത്വവാഫ് തുടങ്ങുന്നതുവരെ ഈ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ശേഷം അവിടെ എത്തി മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ പള്ളിയിൽ ചെല്ലുമ്പോൾ ചൊല്ലുന്ന ദിക്റായ അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക്, അല്ലാഹുവേ, നിന്റെ കാരുണ്യത്തിൻ്റെ വാതിലുകൾ എനിക്ക് തുറന്നു തരണമേ എന്ന ദിക്ർ ചൊല്ലി വലതുകാൽ മുന്തിച്ച് ഉള്ളിലേക്ക് പ്രവേശിക്കണം. തുടർന്ന് കഅബയെ ആദ്യമായി കാണുമ്പോൾ അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വ തഅലീമൻ വ തക്രീമൻ വ മഹാബതൻ വസിദ് മിൻ ശറഫഹു വ കറമഹു മിമ്മൻ ഹജ്ജഹു ഔ ഇഅ്തമറഹു തശ്രീഫൻ വ തക്രീമൻ വ തഅലീമൻ വ ബിർറ എന്ന് ദുആ ചെയ്യണം. അതിനൊപ്പം അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം ഫഹയ്യിനാ റബ്ബനാ ബിസ്സലാം എന്നുകൂടി ദുആ ചെയ്യുക. കഅബയിൽ എത്തി ആദ്യമായി കാണുമ്പോൾ ചെയ്യുന്ന ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ടെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകണമേ. അതല്ലെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ എന്നും പ്രത്യേകം ദുആ ചെയ്യാൻ. പരിശുദ്ധ കഅബ ഷരീഫിന് 4 മൂലകളാണല്ലോ ഉള്ളത്. അവ ഓരോ മൂലകൾക്കും പ്രത്യേകം പേരുകൾ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ മൂല ഹജറുൽ അസ്വദ് എന്നറിയപ്പെടുന്നു. ഇവിടെയാണ് വിശുദ്ധമായ ഹജറുൽ അസ്വദ് സ്ഥാപിച്ചിരിക്കുന്നത്. ത്വവാഫ് ഇവിടെ നിന്നുമാണ് തുടങ്ങുന്നത്. രണ്ടാമത്തെ മൂലയാണ് റുക്നുൽ ഇറാഖ്, ഇറാഖി മൂല. ഈ മൂല ഇറാഖിന് അഭിമുഖമായാണ് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തേത് റുക്നുൽ ഷാം, ഷാമി മൂല. ഈ മൂല സിറിയക്ക് അഭിമുഖമായാണ് സ്ഥിതി ചെയ്യുന്നത്. നാലാമത്തേത് റുക്നുൽ യമൻ, യമനി മൂല. ഈ മൂല യമന് അഭിമുഖമായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ത്വവാഫ് അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ടാണുള്ളത്. അതുപോലെ കഅബയുടെ വാതിലിനു മുന്നിലായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാൽപാദം പതിഞ്ഞ കല്ല് സ്ഥാപിച്ച ആ ഭാഗം മഖാമു ഇബ്രാഹിം എന്നറിയപ്പെടുന്നു. അതുപോലെ ഹജറുൽ അസ്വദിനും കഅബയുടെ വാതിലിനും ഇടയിലുള്ള ചെറിയ സ്ഥലം മുൽതസം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഇറാഖി മൂലയുടെയും ഷാമി മൂലയുടെയും ഇടയിലുള്ള ഹിജ്ർ ഇസ്മായിൽ എന്ന ഭാഗം കഅബയിൽ ഉൾപ്പെട്ടതാണ്. അതിനു മുകളിലായി സ്വർണ്ണ നിറത്തിലുള്ള പാത്തി മീസാബ് എന്നാണ് അറിയപ്പെടുന്നത്. ഉംറയുടെ അടുത്ത സ്റ്റെപ്പാണ് ത്വവാഫ്. ഉംറയിൽ ത്വവാഫിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ത്വവാഫ് ശരിയായിട്ടില്ലെങ്കിൽ തുടർന്ന് അങ്ങോട്ടുള്ള സഅയും മുടി നീക്കലും ഒന്നും ശരിയാവുകയില്ല. ഉംറയിൽ വളരെ പ്രാധാന്യമാണ് ത്വവാഫിനുള്ളത്. അതിനാൽ ത്വവാഫ് വളരെയധികം ശ്രദ്ധയോടെ ചെയ്യണം. ഹജറുൽ അസ്വദിൽ നിന്നാണ് ത്വവാഫ് ആരംഭിക്കുക. 7 ത്വവാഫാണ് ചെയ്യേണ്ടത്. ഹജറുൽ അസ്വദിൽ നിന്നും ആരംഭിച്ച് മറ്റു 3 മൂലകളും കടന്ന് ഹജറുൽ അസ്വദിൽ തന്നെ തിരിച്ചെത്തുമ്പോഴാണ് ഒരു ത്വവാഫ് പൂർത്തിയാകുന്നത്. ശരീരത്തിൻ്റെ ഇടതുഭാഗം കഅബയുടെ നേരെയാക്കിയാണ് ത്വവാഫ് ചെയ്യേണ്ടത്. അല്പം പോലും ചെരിയാനൊന്നും പാടില്ല. ത്വവാഫിൽ വുളൂഉ ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. ഇതേ പ്രകാരം 7 ത്വവാഫാണ് ചെയ്യേണ്ടത്.
ത്വവാഫിൽ എന്തെങ്കിലും കാരണവശാൽ നിർത്തേണ്ടി വന്നാൽ പിന്നീട് നിർത്തിയ ഭാഗത്തു നിന്നും തുടരണം. ത്വവാഫിൽ പുരുഷന്മാരുടെ വസ്ത്രത്തിൽ മേൽമുണ്ടിനെ വലതു കൈയിൻ്റെ താഴെയാക്കി മറ്റ് രണ്ട് ഭാഗങ്ങളും ഇടതു കൈയിൻ്റെ ചുമലിലായി വെക്കണം. ത്വവാഫ് ആരംഭിക്കുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഹജറുൽ അസ്വദ് മുത്തുകയോ, തിരക്കാണെങ്കിൽ അതിന് കഴിയാറില്ല, കഴിഞ്ഞില്ലെങ്കിൽ കൈകൊണ്ട് തൊട്ട് കൈ ചുംബിക്കുകയോ, അതിനും കഴിഞ്ഞില്ലെങ്കിൽ വലതുകൈ ഉയർത്തി 3 തവണ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയുകയോ ചെയ്യണം. ഹജറുൽ അസ്വദ് ചുംബിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ ചുംബിക്കുമ്പോൾ അല്ലാഹുമ്മ ഈമാനൻ ബിക വ തസ്ദീഖൻ ബികിതാബിക വ വഫാഅൻ ബി അഹദിക വത്തിബാഅൻ ലിസുന്നതി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലുക. അല്ലാഹുവേ, നിന്നിലുള്ള വിശ്വാസത്താലും നിന്റെ ഗ്രന്ഥത്തിലുള്ള സത്യപ്പെടുത്തലാലും നിന്നോടുള്ള കരാർ പൂർത്തീകരിക്കലാലും നിന്റെ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റുന്നതിനായും ഞാൻ ഇത് ചെയ്യുന്നു. തുടർന്ന് കഅബയുടെ വാതിലിനടുത്ത് എത്തിയാൽ അല്ലാഹുമ്മ ഇന്ന ഹാദൽ ബൈതുക വൽ ഹറമ ഹറമുക വൽ അംനുക വ ഹാദാ മഖാമുൽ റാഇദി ബിക മിനന്നാർ. അല്ലാഹുവേ, നിശ്ചയം ഈ വീട് നിന്റെ വീടാകുന്നു, ഈ ഹറം നിന്റെ ഹറമാകുന്നു, ഈ അഭയം നിന്റെ അഭയമാകുന്നു, നരകത്തിൽ നിന്ന് നിന്നോട് അഭയം തേടുന്നവൻ്റെ സ്ഥാനമാണിത് എന്ന് ചൊല്ലുക. ശേഷം തൊട്ടടുത്ത ഇറാഖി മൂലയിൽ നിന്നും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശക്കി വശിർക്കി വന്നിഫാഖി വശഖാഖി വസൂഇൽ അഖ്ലാഖി വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ലി വൽ വലദ്. അല്ലാഹുവേ, സംശയം, ഷിർക്ക്, കപടവിശ്വാസം, ഭിന്നത, മോശം സ്വഭാവങ്ങൾ എന്നിവയിൽ നിന്നും ധനം, കുടുംബം, സന്താനങ്ങൾ എന്നിവയിലെ മോശം തിരിച്ചുവരവിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഇറാഖി മൂലയുടെയും ഷാം മൂലയുടെയും ഇടയിലുള്ള മീസാബിൻ്റെ താഴെ എത്തുമ്പോൾ അല്ലാഹുമ്മ അളില്ലനി തഹ്ത ളില്ല അർഷിക യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുക വസ്ഖിനി ബികഅസി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഷ്റബൻ ഹനീഅൻ ലാ അളുമഉ ബഅദഹു അബദൻ. അല്ലാഹുവേ, നിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ആ ഖിയാമത്ത് നാളിൽ നിന്റെ അർഷിൻ്റെ തണലിൽ എനിക്ക് നീ തണലേകണമേ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗലുൽ കൗസറിൽ നിന്ന് ശേഷം ഒരിക്കലും ദാഹിക്കാത്ത വിധമുള്ള ഒരു പാനം എനിക്ക് നൽകണമേ എന്ന് ദുആ ചെയ്യണം. തുടർന്ന് ഷാം, യമൻ മൂലകളുടെ ഇടയിൽ നിന്നും അല്ലാഹുമ്മ ഇജ്അൽഹാ ഉംറതൻ മഖ്ബൂലതൻ വസഅയൻ മഷ്കൂറൻ വദൻബൻ മഗ്ഫൂറൻ വതിജാറതൻ ലൻ തബൂറ യാ അസീസു യാ ഗഫാർ. അല്ലാഹുവേ, ഇതൊരു സ്വീകരിക്കപ്പെട്ട ഉംറയും നന്ദി അർപ്പിക്കപ്പെട്ട പ്രയത്നവും പൊറുക്കപ്പെട്ട പാപഖനനവും ഒരിക്കലും നഷ്ടപ്പെടാത്ത കച്ചവടവുമാക്കണമേ, പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമായവനെ എന്ന് ദുആ ചെയ്യാം. തുടർന്ന് ഒരു തുവാഫ് പൂർത്തിയാകാനാവുമ്പോഴേക്കും, അതായത് യമൻ മൂലയുടെയും ഹജറുൽ അസ്വദിൻ്റെയും ഇടയിലെത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന ദുആയാണ് അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വ അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസു യാ ഗഫാർ. അല്ലാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് ഇഹലോകത്ത് നന്മയും പരലോകത്ത് നന്മയും നൽകണമേ. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സജ്ജനങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. സർവശക്തനെ, ക്ഷമിക്കുന്നവനെ. മറ്റു 3 മൂലകളിൽ നിന്നും ചൊല്ലുന്നതിനേക്കാൾ ഈ ദുആക്ക് പ്രത്യേകം പ്രാധാന്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി ഇത് ചൊല്ലിയിരുന്നു. ഈ ദുആ ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. ഇപ്രകാരം ഹജറുൽ അസ്വദിൽ നിന്നു തുടങ്ങി ഹജറുൽ അസ്വദിൽ തന്നെ തിരിച്ചെത്തുമ്പോഴേക്കും ഒരു ത്വവാഫ് പൂർത്തിയാകുന്നു. ഇതേ പ്രകാരം 7 ത്വവാഫാണ് ചെയ്യേണ്ടത്. ത്വവാഫിൻ്റെ എണ്ണത്തിൽ സംശയം വന്നാൽ കുറഞ്ഞതിനെ കണക്കിലെടുത്ത് 7 എണ്ണം പൂർത്തിയാക്കണം. ആദ്യത്തെ 3 ത്വവാഫിൽ പുരുഷന്മാർ കാലുകൾ അടുപ്പിച്ച് അല്പം വേഗത്തിൽ നടക്കൽ സുന്നത്താണ്. ഇത് റംല നടത്തം എന്നാണ് പറയുന്നത്. സ്ത്രീകൾ സാധാരണ പോലെയുമാണ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള ത്വവാഫിൽ സാധാരണ പോലെ നടക്കാം. റുക്നുൽ യമാനി എന്ന മൂല എത്തുമ്പോൾ സാധിക്കുമെങ്കിൽ അത് സ്പർശിക്കൽ സുന്നത്താണ്. അങ്ങനെ ത്വവാഫ് 7 എണ്ണം പൂർത്തിയാക്കിയതിന് ശേഷം മഖാമു ഇബ്രാഹിമിനടുത്ത് വെച്ചോ അല്ലെങ്കിൽ പുറകിൽ സൗകര്യമുള്ളിടത്ത് വെച്ചോ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. അതിൽ ഒന്നാമത്തെ റക്അത്തിൽ കാഫിറൂൻ സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ ഇഖ്ലാസ് സൂറത്തുമാണ് ഓതേണ്ടത്.
നിസ്കാരശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്ത് പിന്നീട് സംസം വെള്ളം കുടിക്കാം. സംസം വെള്ളം കുടിക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വ റിസ്ഖൻ വാസിഅ വ ശിഫാഅൻ മിൻ കുല്ലി ദാഅ എന്ന് ദുആ ചെയ്യാം. അല്ലാഹുവേ, തീർച്ചയായും ഞാൻ നിന്നോട് ഉപകാരപ്രദമായ വിജ്ഞാനത്തെയും വിശാലമായ ഉപജീവനത്തെയും എല്ലാ രോഗങ്ങളിൽ നിന്നുമുള്ള ശമനത്തെയും ചോദിക്കുന്നു. സംസം വെള്ളത്തിൻ്റെ മഹത്വം പറഞ്ഞാലും തീരാത്തതാണ്. ഭൂമിയിലെ ഏറ്റവും ഉത്തമമായ ജലമായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസം വെള്ളത്തെ വിശേഷിപ്പിച്ചത്. സംസം വെള്ളം എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ കുടിക്കുന്നത് അത് അതിനുള്ളതാണ് എന്നാണ് നബി വചനം. നല്ലൊരു നിയ്യത്ത് വെച്ച് സംസം വെള്ളം കുടിച്ചാൽ ആ ഉദ്ദേശം അല്ലാഹു സാധിപ്പിച്ചു തരുമെന്നാണ് വിശ്വാസം. അങ്ങനെ ധാരാളം വെള്ളം കുടിച്ച് ഉംറയുടെ അടുത്ത നടപടിക്രമമായ സഅയ് ചെയ്യലിനു വേണ്ടി സഫ മർവ പർവ്വതങ്ങളുടെ അടുത്തേക്ക് നീങ്ങാം. സഫയിലെത്തുമ്പോൾ അബ്ദഉ ബിമാ ബദഅ അല്ലാഹു ബിഹി, അല്ലാഹു തുടങ്ങിയതുകൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന് പറയുകയും ശേഷം സഫയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇന്ന സ്വഫ വൽ മർവത മിൻ ശആഇരില്ലാഹി ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്വവ്വഫ ബിഹിമാ വമൻ തത്വവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. തീർച്ചയായും സഫയും മർവയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ്. അതിനാൽ ആരെങ്കിലും ആ ഭവനത്തിലേക്ക് ഹജ്ജ് ചെയ്യുകയോ ഉംറ ചെയ്യുകയോ ചെയ്താൽ അവയ്ക്കിടയിൽ നടക്കുന്നതിൽ അവന് കുറ്റമില്ല. ആരെങ്കിലും സ്വയം സന്നദ്ധനായി നന്മ ചെയ്താൽ തീർച്ചയായും അള്ളാഹു നന്ദിയുള്ളവനും സർവജ്ഞനുമാകുന്നു എന്ന അൽ-ബഖറ സൂറത്തിലെ 158-ാം ആയത്ത് ഓതണം. അതിനുശേഷം സഫയിൽ നിന്നും കഅബ കാണാവുന്നത്ര കയറി കിബിലക്കു നേരെ തിരിഞ്ഞുനിന്ന് കൈകൾ ഉയർത്തി അല്ലാഹു അക്ബർ എന്ന് 3 തവണ പറയുകയും തക്ബീർ ചൊല്ലുകയും ശേഷം ഇപ്രകാരം പറയുകയും ചെയ്യുക: ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസ്വറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു എന്ന് 3 പ്രാവശ്യം പറയുക. അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. അവൻ ഏകനാണ്. അവന് പങ്കുകാരില്ല. അവനാണ് രാജാധികാരം. അവനാണ് സർവ്വസ്തുതികളും. അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. അവൻ ഏകനാണ്. അവൻ തൻ്റെ വാഗ്ദാനം നിറവേറ്റുകയും തൻ്റെ ദാസനെ സഹായിക്കുകയും ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ തക്ബീറും തഹ്ലീലും ചൊല്ലുകയും കിബിലയിലേക്ക് തിരിഞ്ഞു കൈകളുയർത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുക. തുടർന്ന് സഫയിൽ നിന്നും മർവയിലേക്ക് നീങ്ങണം. അതിനിടയിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള പച്ച ലൈറ്റുകളുടെ അവിടെ എത്തിയാൽ പുരുഷന്മാർ കുറച്ചു വേഗത്തിൽ നടക്കുകയോ ഓടുകയോ ചെയ്യണം. സ്ത്രീകൾ സാധാരണ പോലെയുമാണ് നടക്കേണ്ടത്. ഇപ്രകാരം മർവയിൽ എത്തിക്കഴിയുമ്പോഴേക്കും ഒരു സഅയ് പൂർത്തിയാകുന്നു. മർവയിൽ നിന്നും സഫയിൽ നിന്ന് ചെയ്ത അതേപോലെ കിബിലക്ക് അഭിമുഖമായി നിൽക്കുകയും ദിക്റുകളും ദുആകളും ചൊല്ലുകയും നടത്തം തുടരുകയും ചെയ്യണം. അതേപോലെ പച്ച ലൈറ്റുകളുടെ അവിടെ എത്തിയാൽ പുരുഷന്മാർ ഓടുകയും സ്ത്രീകൾ സാധാരണ പോലെയും നടക്കുക. ഇതേ പ്രകാരം മർവയിൽ നിന്നും സഫയിൽ എത്തുമ്പോഴേക്കും 2 സഅയും പൂർത്തിയാവുന്നു. ഇതേ പ്രകാരം ഓരോ സഅയും ചെയ്യണം. അങ്ങനെ 7ാമത്തെ സഅയ് അവസാനിക്കുന്നത് മർവയിലായിരിക്കും. സഅയിനിടയിലെ നടത്തത്തിൽ അറിയാവുന്ന മറ്റു ദിക്റുകളും ദുആകളും ചൊല്ലാവുന്നതാണ്. അതുപോലെ ത്വവാഫിനിടയിലും ഈ പറഞ്ഞതൊന്നും ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും അറിയാവുന്ന ദിക്റുകൾ ചൊല്ലുകയും അല്ലാഹുവിനോട് ദുആ ഇരക്കുകയും ചെയ്യാവുന്നതാണ്. അങ്ങനെ ത്വവാഫും സഅയും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത നടപടിക്രമം മുടി നീക്കുക അല്ലെങ്കിൽ വെട്ടുകയോ ചെയ്യലാണ്. പുരുഷന്മാർക്ക് തലമുടി മുഴുവൻ കളയലാണ് ഉത്തമമായിട്ടുള്ളത്. എന്നാൽ സ്ത്രീകൾ തലമുടിയിൽ നിന്നും അല്പം മുറിച്ചാൽ മതി. ആദ്യമായി ഉംറ ചെയ്യുന്ന പുരുഷന്മാരാണെങ്കിൽ തലമുടി മുഴുവൻ കളയലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. തലമുടി നീക്കം ചെയ്യുന്നതോടുകൂടി ഉംറ പൂർത്തിയാവുന്നതാണ്. 5ാമതായി ഉംറയുടെ നിബന്ധനയാണ് ഇവ ഓരോന്നും വഴിക്ക് വഴിയായി തന്നെ ചെയ്യൽ. അതായത് ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ത്വവാഫ് ചെയ്യണം. ത്വവാഫ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം സഅയ് ചെയ്യാൻ. സഅയും കഴിഞ്ഞതിന് ശേഷമാണ് മുടി നീക്കേണ്ടത്. ഇങ്ങനെ ക്രമത്തിൽ തന്നെ ചെയ്യണം. ഇഹ്റാം ചെയ്ത് ത്വവാഫും ചെയ്ത് സഅയും ചെയ്തതിനു ശേഷം മുടി അല്പസമയം കഴിഞ്ഞ് നീക്കാം എന്ന് വിചാരിച്ചാൽ അതിനർത്ഥം ഉംറ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. എപ്പോഴാണോ മുടിയും നീക്കം ചെയ്തു കഴിയുന്നത് അപ്പോൾ മാത്രമേ ഉംറയും പൂർത്തിയാവുകയുള്ളൂ. ത്വവാഫിൽ മാത്രമേ വുളൂ ഉണ്ടായിരിക്കൽ നിർബന്ധമായിട്ടുള്ളൂ.
സഅയിൽ വുളു ഉണ്ടായിരിക്കൽ നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ സുന്നത്താണ്. അതുപോലെ തവാഫിൽ പുരുഷന്മാരുടെ മേൽ മുണ്ട് വലത് കൈയിൻ്റെ താഴെയാക്കി മറ്റ് 2 ഭാഗങ്ങൾ ഇടത് കൈയിൻ്റെ ചുമലിൽ ആയി വെക്കണം. അത് തവാഫിൽ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ, സഅയിൽ ചെയ്യേണ്ടതില്ല. മുടിയും നീക്കം ചെയ്യുന്നതോടുകൂടി ഉംറ പൂർത്തിയാകുന്നു. ഇഹ്റാമിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം ഇതോടുകൂടി അനുവദനീയമാവുകയും ചെയ്യുന്നു. അടുത്തതായി പലർക്കുമുള്ള ഒരു സംശയമാണ് വിടവാങ്ങൽ തവാഫിനെ പറ്റിയുള്ളത്. ഉംറയുടെ നിബന്ധനകളിൽ പെട്ടതല്ലെങ്കിൽ പോലും മക്കയിൽ നിന്ന് വിരമിക്കുമ്പോൾ വിടവാങ്ങൽ തവാഫ് ചെയ്യൽ വളരെ പുണ്യകരമാണ്. തവാഫുൽ വദാഇനെ പറ്റി പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായങ്ങളുണ്ട്. ചില പണ്ഡിതന്മാർ ഹജ്ജിന് മാത്രമേ വിടവാങ്ങൽ തവാഫ് നിർബന്ധമായിട്ടുള്ളൂ, ഉംറയ്ക്ക് അത് സുന്നത്താണ് എന്ന് അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ ഉംറയ്ക്ക് പോകുമ്പോൾ മക്കയിൽ നിന്ന് മടങ്ങുന്നതിന് മുമ്പായി വിടവാങ്ങൽ തവാഫ് കൂടി ചെയ്ത് മടങ്ങുക എന്നതാണ് കൂടുതൽ പുണ്യകരം. എന്നാൽ എന്തെങ്കിലും കാരണവശാൽ ശാരീരിക ബുദ്ധിമുട്ടോ മറ്റു തിരക്കുകളോ കാരണം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പിന്തുടരുന്ന മദ്ഹബിലെ പണ്ഡിതന്മാരോട് ചോദിച്ച് ഇതിൻ്റെ കൃത്യമായ നിയമങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഹൈലോ നിഫാസോ ഉള്ള സ്ത്രീകൾക്ക് വിടവാങ്ങൽ തവാഫ് ചെയ്യേണ്ടതില്ല. മക്കയിൽ നിന്നും മടങ്ങുന്നതിന് തൊട്ടു മുൻപായിട്ടാണ് വിടവാങ്ങൽ തവാഫ് ചെയ്യേണ്ടത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മക്കയിൽ നിൽക്കാൻ പാടുള്ളതല്ല. ഉടനെ തന്നെ യാത്ര പുറപ്പെടണം. സാധാരണ തവാഫ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. കഅബയ്ക്ക് ചുറ്റും 7 തവണ തവാഫ് ചെയ്യണം. ശേഷം 2 റക്അത്ത് നിസ്കരിക്കുകയും സംസം വെള്ളം കുടിക്കുകയും ചെയ്യുക. ഈ തവാഫിന് ശേഷം സഅയ് ഇല്ല. അതുപോലെ പുരുഷന്മാർ വലതുതോൾ വെളിവാക്കുന്ന രീതിയിൽ തുണിയിടുകയോ ആദ്യ 3 റൗണ്ടുകളിൽ വേഗത്തിൽ നടക്കുകയോ ചെയ്യേണ്ടതില്ല. കാരണം ഇത് സാധാരണ വസ്ത്രം ധരിച്ചാണ് ചെയ്യുന്നത്, ഇഹ്റാമിൽ അല്ല. വിശ്വാസികൾ കഅബയെ നോക്കി വിതുമ്പുന്ന മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണിത്. അല്ലാഹുവേ, ഇതെൻ്റെ അവസാനത്തെ സന്ദർശനമാക്കരുതേ, ഇനിയും നിന്റെ വിശുദ്ധ ഭവനത്തിലേക്ക് വരാൻ എനിക്ക് തൗഫീക്ക് നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വിശ്വാസികൾ മക്കയോട് വിട പറയുന്നത്. ഉംറ എന്നത് കേവലം ഒരു യാത്ര മാത്രമല്ല, മറിച്ച് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യവും പുണ്യവും കൂടിയാണ്. മക്കയിൽ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും പരമാവധി പ്രാർത്ഥനകൾക്കും മറ്റുമായി ഉപയോഗപ്പെടുത്തുക. അവിടെ നിന്നുണ്ടായ നല്ല മാറ്റങ്ങൾ ജീവിതത്തിലുടനീളം നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യണം. മഖബൂലും മബ്റൂറും ആയ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അല്ലാഹു എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. കഅബയെ ഇതുവരെ കാണാത്തവർക്ക് കൺകുളിർക്കെ കാണാനും കണ്ടവർക്ക് വീണ്ടും വീണ്ടും കാണാനും വീണ്ടും ഹജ്ജും ഉംറയും എല്ലാം നിർവഹിക്കാനും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഉംറയ്ക്ക് പുറപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഉംറയ്ക്ക് പുറപ്പെടാൻ ഒരുങ്ങിയവർക്കും ഉംറയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അറിവുകളും അനുഭവങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തുക. അല്ലാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.